എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 16-ഉം 17-ഉം വാക്യങ്ങൾ. മത്തായി 14-ന്റെ 16-ഉം 17-ഉം വാക്യങ്ങൾ. യേശു അവരോട്, അവർ പോകുവാൻ ആവശ്യമില്ല, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ എന്ന് പറഞ്ഞു. അവർ അവനോട്, 5 അപ്പവും 2 മീനുമല്ലാതെ ഞങ്ങൾക്ക് ഇവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. നമുക്ക് മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്തുമാത്രം ഉത്തരവാദിത്തമുണ്ടെന്ന് കർത്താവ് പല സന്ദർഭങ്ങളിൽ കൃത്യമായി പറഞ്ഞു തന്നിട്ടുണ്ട്. അങ്ങനെയാണ് നല്ല ശമരിയാക്കാരൻ്റെ ഉപമ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. നമ്മൾ വായിച്ച വേദഭാഗം അപ്പം വർദ്ധിപ്പിക്കുന്ന സന്ദർഭമാണ്. വിശന്ന് തളർന്നിരിക്കുന്ന ജനങ്ങളെ ഭക്ഷണം വാങ്ങിക്കഴിക്കാൻ പറഞ്ഞയക്കുക എന്നാണ് ശിഷ്യന്മാർ ആവശ്യപ്പെടുന്നത്. അവരുടെ സാധ്യതയെയും അസാധ്യതയെയും കുറിച്ച് മാനുഷികമായ കണ്ണുകളിലൂടെ കണ്ട് അങ്ങനെ ക്രിസ്തുവിനോട് അവരാവശ്യപ്പെടുന്നു. എത്ര എളുപ്പത്തിലാണ് അതുവരെ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന ആ മനുഷ്യരുടെ വിശപ്പകറ്റാനുള്ള ചുമതലയിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറുന്നത് എന്നത് ശ്രദ്ധേയമാണ്. അവിടെ പറയുന്നത് അവരുടെ കയ്യിൽ, ശിഷ്യന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്ന 5 അപ്പവും 2 മീനിനെ കുറിച്ചാണ്. മറ്റ് വിവരണങ്ങളിൽ ഒരു ബാലന്റെ കയ്യിൽ ഉണ്ടായിരുന്നു എന്നാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അവർക്ക് അത്യാവശ്യത്തിനുള്ള ഭക്ഷണം കയ്യിലുണ്ടായിരുന്നു. അതാണ് ശിഷ്യന്മാർ പറയുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഇത് മാത്രമേ ഉള്ളൂ, 5 അപ്പവും 2 മീനും. എന്നാൽ അത് ഭക്ഷിക്കാൻ അവർക്ക് അർഹതയില്ലെന്ന മട്ടിൽ കർത്താവ് മറുപടി പറയുന്നു, നിങ്ങൾ തന്നെ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. പിന്നീട് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. ഒരു പുരുഷാരത്തെ മുഴുവൻ ഊട്ടിയിട്ടും ബാക്കി 12 കുട്ട നിറയെ അവർ ശേഖരിച്ചു. ഈ ഒരു അത്ഭുതത്തെ 2 തരത്തിൽ വ്യാഖ്യാനിക്കുന്നുണ്ട്. ഒന്ന്, കർത്താവ് അതിനെ ആശീർവദിച്ചപ്പോൾ അത് പെരുകി വർദ്ധിച്ചു, അവരുടെ ആവശ്യത്തിൽ അധികവും ലഭിക്കുന്നു. രണ്ടാമത്തെ വ്യാഖ്യാനം, തങ്ങൾക്കും ഗുരുവിനുമായി ശിഷ്യന്മാർ കരുതിയത് പങ്കുവയ്ക്കാൻ തയ്യാറായപ്പോൾ ജനക്കൂട്ടത്തിലുള്ളവരും തങ്ങളുടെ കൈവശമുണ്ടായിരുന്ന അല്പം അപ്പം പങ്കിടാൻ തുടങ്ങി. ഈ രണ്ടാമത്തെ വ്യാഖ്യാനം കുറച്ചും കൂടെ ഈ നമ്മൾ കയ്യിലുള്ളത് പലത് ശേഖരിച്ച് ഒരു പൊതു ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്ന ആ ഒരു തത്വത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. എന്തായാലും ഒറ്റ പ്രവൃത്തി കൊണ്ട് 5000-ത്തിലധികം വരുന്ന മനുഷ്യരുടെ മനസ്സു മാറ്റാൻ കഴിയുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ അത്ഭുതം. പലപ്പോഴും ഈ ശിഷ്യന്മാരുടെ പ്രശ്നം തന്നെയാണ് നമ്മുടെയും പ്രശ്നം. ഞങ്ങളുടെ കൈവശമുള്ളത് കൊണ്ട് ഞങ്ങൾക്ക് പോലും തികയുന്നില്ല. അതൊരു പക്ഷെ ശരിയായിരിക്കാം. ഞാൻ ഒരാൾ വിചാരിച്ചാൽ ഈ നാടിൻ്റെ മുഴുവൻ ദാരിദ്ര്യം ഇല്ലാതാക്കാനാകില്ല. ഉള്ളത് പങ്കുവയ്ക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ക്രിസ്തു നിൽക്കുന്നത്. മുഴുവനും നൽകുക അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ളത് കൊണ്ട് എല്ലാവർക്കും തികയും എന്നൊന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ അർഹതയില്ല. നമ്മുടെ സമ്പത്ത് നമുക്ക് മാത്രമുള്ളതല്ലെന്ന് ഓർമ്മിപ്പിക്കാൻ പഴയ നിയമത്തിൽ ഉണ്ടായിരുന്ന നിയമമാണ് ദശാംശം. അതിനെ കർത്താവ് ഒന്ന് തിരുത്തി പറയുന്നുണ്ട്. 2 ഉള്ളവൻ 1 ഇല്ലാത്തവന് കൊടുക്കട്ടെ. അപ്പോൾ അതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിലുള്ളതിൻ്റെ നേർപകുതി മറ്റുള്ളവർക്ക് കൊടുക്കുക എന്ന പുതിയ നിയമത്തിലെ കണക്കാണ്. അത്രയും ഒന്നും നൽകിയില്ലെങ്കിലും പാവപ്പെട്ട ഒരു കുട്ടിയെയെങ്കിലും ഒരു സ്കൂൾ വർഷത്തിൽ പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം ആരും അറിയാതെ ഏറ്റെടുക്കാൻ കഴിയുമെങ്കിൽ അത് വലിയ സുഹൃതമായിരിക്കും. അതിനെ കർത്താവ് മാനിക്കും.
മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ നമുക്ക് കൂടി ഉത്തരവാദിത്വമുണ്ടെന്ന് കരുതുക. അത് ചെയ്യണമെങ്കിൽ ഒരു പ്രാപഞ്ചിക ബോധം വേണം. അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരെ നമ്മുടെ ചുറ്റുപാടും കാണാൻ കഴിയുന്നു എന്നത് തന്നെ വലിയ ഭാഗ്യമാണ്. പല ആളുകളും ആരും അറിയാതെ മറ്റുള്ളവരെ അഗാധമായി സഹായിക്കുകയും ഒപ്പം ചേർത്ത് നിർത്തുകയും ചെയ്യുന്നു. ആത്മീയത എന്ന് പറയുന്നത് ഈ പ്രാപഞ്ചിക ബോധമാണ്. മുന്തിരിച്ചെടിയുടെ ഉപമയെ വേണമെങ്കിൽ അങ്ങനെ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒരേ വൃക്ഷത്തിൻ്റെ ചില്ലകളാണ് നമ്മൾ ഓരോരുത്തരും എന്ന് തിരിച്ചറിയുക. അങ്ങനെ പതുക്കെ പതുക്കെ ഒരാളുടെ ലോകം വിശാലമാകും. അങ്ങനെ ഒരു ആത്മീയത രൂപപ്പെട്ട് കഴിഞ്ഞാലേ ഈ ഭൂമിക്ക് മീതെ സംഭവിക്കുന്ന സകലതിനും എല്ലാവരും ഉത്തരവാദികളാണെന്ന തിരിച്ചറിവ് ഉണ്ടാകുകയുള്ളൂ. നന്മയുടേത് മാത്രമല്ല, തിന്മയുടെയും അങ്ങനെ തന്നെയാണ്. നമുക്ക് ആത്മീയരായി ഭൂമിയിൽ ജീവിക്കാം എന്നത് അത്ര നിസ്സാരമല്ല. ധ്യാനവും പ്രാർത്ഥനയും പാട്ടും ആരാധനയും ഒക്കെ ഉണ്ട്. അത് ജഡവൽകൃതമാകുന്നതാണ് ഇങ്ങനെയുള്ള സഹായഹസ്തങ്ങൾ നീട്ടപ്പെടുമ്പോൾ നമ്മൾ കാണുന്നത്. വചനം ജഡമായി കർത്താവ് ഭൂമിയിൽ അവതരിച്ചതുപോലെ നമ്മുടെ ആത്മീയത ജഡവൽകൃതമാകുമ്പോൾ ഈ ഭൂമി സ്വർഗത്തിൻ്റെ പതിപ്പായി മാറും. അതിലേക്കാണ് കർത്താവ് നമ്മുടെ ശ്രദ്ധയെ ക്ഷണിക്കുന്നത്. നമ്മൾ ചെയ്ത പാപത്തേക്കാൾ കൂടുതൽ ചെയ്യാതെ പോയ നന്മയെ ചൊല്ലി ന്യായം വിധിക്കുന്ന ഒരു നാളുണ്ടെന്ന് കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കുള്ളത് മറ്റുള്ളവരുമായി പങ്കിടാനുള്ള വലിയ മനോഭാവം നൽകണേ എന്ന് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ വാഴ്ത്തപ്പെട്ട കർത്താവേ, പുതിയ ദിനത്തിൻ്റെ പ്രഭാതത്തിനായി സ്തോത്രം. ആഴ്ചയുടെ അവസാന ദിനമായ ശനിയാഴ്ചയുടെ പ്രഭാതത്തിൽ അവിടുത്തെ സന്നിധിയിൽ അടിയങ്ങൾ വരുന്നു. ഇന്ന് പകൽക്കാലം ജീവിപ്പാനുള്ള കൃപയും ബലവും ഊർജവുമൊക്കെ ഞങ്ങൾക്ക് നൽകണമേ. നന്മ ചെയ്യാനുള്ള വിശാല മനസ്സും അതിനുള്ള ബലവും ഉൾക്കരുത്തും ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളിലൂടെ മറ്റുള്ള ഒരാൾ ജീവിക്കുന്നുവെങ്കിൽ സ്വർഗം സന്തോഷിക്കും എന്ന തിരിച്ചറിവോടെ ജീവിപ്പാൻ ഞങ്ങളെ ഇടയാക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹ വാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹത്തിൻ്റെയും നന്മയുടെയും പുതിയ പന്ഥാവുകളിൽ കർത്താവ് വഴി നടത്തണമേ. ആവശ്യഭാരങ്ങളോടെ അങ്ങയുടെ സന്നിധിയിലായിരിക്കുന്നവരെ ഓർക്കുന്നു. കർത്താവ് കരുണ കാണിക്കണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക അനുഗ്രഹവും സമാധാനവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.